ഗൈസ്, കുറേ ദിവസത്തിന് ശേഷം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്നുള്ള പോലെ തന്നെ ഇന്നും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ഇൻട്രോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് തീരുമാനിച്ച് അങ്ങനെയാണ് സംഭവം. സോ ഞാനിപ്പോൾ ഉള്ളത് ഡോമിൻ്റെ താഴെയാണ്. ഇത് ചൈനീസ് ഡോമാണ്. അതിൻ്റെ അപ്പുറത്ത് നടുവിൽ കാണുന്ന ബിൽഡിങ് ക്യാൻറ്റീനാണ്, വെസ്റ്റ് ക്യാൻറ്റീനാണ്. അപ്പം നമ്മൾ അതിൻ്റെ 3rd ഫ്ലോറിൽ പോയിട്ട് പഠിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു സമയം ആരും ഉണ്ടാവില്ല ക്യാൻറ്റീനിൽ, അപ്പോൾ നമുക്കവിടെ ഇരുന്നിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ വലിയൊരു ഇൻട്രോയ്ക്ക് ശേഷം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിക്ക് നടക്കാൻ തുടങ്ങി. ഇത് ചൈനീസ് ഡോമാണ്. ഇന്ന് നല്ല സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ ക്യാൻറ്റീൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ ദിയയുണ്ട്. പറയാണ്ട് കാണിക്കല്ലേ ഹർഷ, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ 3rd ഫ്ലോറിലെത്തി. നമ്മൾ ഇവിടെയാണ് പഠിക്കാനിരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു കോഫി ഷോപ്പും പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫുഡ് കോർട്ടാണ്, നമ്മുടെ ക്യാൻറ്റീൻ ആണല്ലോ. അപ്പോൾ അവിടെയുണ്ട് കുറേ ടേബിള്. ഈ ഒരു സമയമാകുമ്പോഴത്തേന് ലഞ്ച് ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാൻറ്റീൻ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും ഇരിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഒരു സീറ്റ് കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പം നിൻ്റെ കൂടെ ദേയും വന്നിട്ടുണ്ട്. ഓള് ഫസ്റ്റ് ഇയർ ആണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കോഫിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ലക്കിൻ കോഫിയാണ്. ഇവിടെ ഒരു ചീസ് കേക്ക് കിട്ടും, ഒരു ചോക്ലേറ്റ് ചീസ് കേക്ക്. നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ഒരു 6:30-7 മണി വരെയൊക്കെ അവിടെ ഇരുന്ന് പഠിച്ചു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ഫ്ലാറ്റ്മേറ്റും അവളുടെ ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ 2 ആൾ കൂടി വന്നു. ഇവരൊക്കെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. Okay, he's not going with me. Hello. YouTube. Okay, then പിന്നെ നമ്മുടെ ക്യാൻറ്റീൻ്റെ അകത്ത് തന്നെ ഒരു പിയാനോ ഉണ്ട്. അപ്പോൾ ഇവൾ നന്നായിട്ട് പിയാനോ വായിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കേട്ട് അവളുടെ കൂടെയൊക്കെ പാടി കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മളൊരു 8:30-9 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് പോയി. നമ്മുടെ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് കുറച്ച് ദിവസം ക്ലോസ്ഡ് ആയിരുന്നു. ഏകദേശം ഒരു 2 മാസത്തോളം ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ വീണ്ടും അവർ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയതാണ്. അപ്പോൾ നല്ല ക്രൗഡാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ. അങ്ങനെ നമ്മൾ അത് കൂടെ നടന്ന സമയത്ത് അവിടെ പൈനാപ്പിൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓൾ ആ ലൈനിൽ നിൽക്കുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പതുക്കെ എടുക്കൽ തുടങ്ങി. ഇവർ അപ്ഗ്രേഡ് ആക്കിയപ്പോൾ അടിപൊളി ആയിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നമ്മൾ 2 വർഷമായിട്ട് ഏകദേശം പരിചയമായിട്ട് വരുന്നതായിരുന്നു. അതായത് ഓരോ സാധനങ്ങളും എവിടെയാണ് ഉള്ളത് എന്നൊക്കെ. പക്ഷേങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ മാറ്റി എല്ലാം ചേഞ്ചാക്കി. അപ്പോൾ എന്താണെന്നറിയില്ല, എനിക്കിത് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ബട്ട് ബൈ ടൈം റെഡി ആവുമായിരിക്കും. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ബില്ലൊക്കെ പേ ചെയ്തു. നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു അങ്ങനെ ജാക്കറ്റിൻ്റെ കട കണ്ടു. അപ്പോൾ ഇവൾക്ക് ജാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അങ്ങനെ കുറേ നേരം കൺഫ്യൂഷൻ അടിച്ച് നിന്നതിന് ശേഷം ലാസ്റ്റ് അവൾ ജാക്കറ്റ് വാങ്ങി. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഇപ്പോഴും ഭയങ്കര ക്രൗഡഡാണ്, തിരക്കൊന്നും ഇപ്പോഴും പോയിട്ടില്ല. പിന്നെ നമ്മൾ പതുക്കെ ഇങ്ങനെ ഡോമിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ഡോമിലെത്തി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി.
അല്ല ഉറങ്ങാൻ പോവാണ്. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്. എനിവേയ്സ് ഗുഡ് നൈറ്റ് ഗൈസ്, ബൈ.